ഇന്ത്യയുടെ ശത്രുക്കളായ രണ്ട് രാജ്യങ്ങൾ ചൈന, പാകിസ്ഥാൻ. നിർണായകമായ ഘട്ടങ്ങളിലെല്ലാം സഹായം പരസ്പരം വാഗ്ദാനം ചെയ്യുന്ന രണ്ട് രാജ്യം. ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകി അവരുടെ സൗഹൃദം എത്രത്തോളം ദൃഢമാണെന്ന് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടി. ഇതിനു മുൻപും പാകിസ്ഥാന് ചൈന ആധുനിക നാവിക ഫ്രിഗേറ്റുകൾ നൽകി സഹായിച്ചിട്ടുണ്ട്. അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ചൈന സ്ഥിരമായ വിപുലീകരണം ലക്ഷ്യമിടുന്ന സമയത്താണ് ഈ പുതിയ കൈമാറ്റം നടത്തി സഹായിച്ചത്. ഇതിന് പിന്നാലെ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി കാബൂളിലേക്ക് നീട്ടുന്നതുൾപ്പെടെ ഒന്നിലധികം മേഖലകളിൽ സഹകരണം വിപുലീകരിക്കുന്നതിൽ തീരുമാനമാകുകയും ചെയ്തിരുന്നു. അതിനുമപ്പുറം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിൽ ചൈന ഇടപെടുകയും ചെയ്തിരുന്നു. ഇങ്ങനെ പരസ്പര സഹകരണം ഊട്ടിയുറപ്പിക്കുകയാണ് ഈ രണ്ട് രാജ്യങ്ങളും. അതിനിടയിൽ ഇപ്പോൾ ചൈനയുടെ രഹസ്യ സൈനിക സമുച്ചയം സന്ദർശിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. അത് എന്തിനാണെന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇവർ ശത്രുക്കളായി മുദ്രകുത്തിയ രാജ്യങ്ങൾ. ചൈനയുടെയും പാകിസ്ഥാന്റെയും ബന്ധം പുതിയ തലത്തിലേക്ക് മാറുന്നതിന്റെ സൂചനയാണിപ്പോൾ കാണുന്നത്. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി ചൈന സന്ദർശിച്ചത് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെയും സൈനിക മേധാവി അസീം മുനീറിന്റെയും സന്ദർശനത്തിന് തൊട്ടു പിന്നാലെ നടന്ന ഈ 10 ദിവസത്തെ പര്യടനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സൈനിക സഹകരണം എത്രത്തോളം ശക്തമാണെന്ന് വ്യക്തമാക്കുന്നു. ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ചെങ്ഡുവിലെ ചൈനയുടെ ഏറ്റവും വലിയ വ്യോമയാന നിർമ്മാണ കേന്ദ്രമായ ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈന സന്ദർശിച്ചതാണ്. ഒരു വിദേശ രാഷ്ട്രത്തലവൻ ആദ്യമായാണ് ഈ കേന്ദ്രം സന്ദർശിക്കുന്നത്. ഈ കൂടിക്കാഴ്ചകൾ സൈനിക രംഗത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം പുതിയ ഉയരങ്ങളിലേക്ക് എത്തുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. 2020 മുതൽ 2024 വരെ ചൈനയുടെ ആയുധങ്ങളുടെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരായി പാകിസ്ഥാൻ മാറിയെന്ന് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. പാകിസ്ഥാന്റെ ആയുധ ഇറക്കുമതിയുടെ 81% ചൈനയാണ് നൽകുന്നത്. ഇത് ഇന്ത്യക്കൊരു തന്ത്രപരമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ചൈനീസ് നിർമ്മിത അത്യാധുനിക യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും പാകിസ്ഥാൻ സ്വന്തമാക്കുന്നതിന് പിന്നിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രപരമായ ലക്ഷ്യമുണ്ടെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. 2020 ഗാൽവാൻ താഴ്വരയിലുണ്ടായ സംഘർഷത്തിനു ശേഷം ചൈന, ഇന്ത്യ തമ്മിലുള്ള ബന്ധം സാധാരണഗതിയിലല്ല. അതിനാൽ തന്നെ കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ നടന്ന ഇന്ത്യ ചൈന ചർച്ച മഞ്ഞുരുകലിന്റെ വക്കിലായിരുന്നു. ഇന്ത്യയും ചൈനയും തമ്മിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കാനും വിസ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താനും ധാരണയാവുകയും ചെയ്തിരുന്നു. എന്നാൽ പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകുന്നത് തുടരുന്ന ചൈനയ്ക്ക് ഇന്ത്യയുടെ യഥാർത്ഥ സുഹൃത്താകാൻ കഴിയുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. ചൈനയെക്കുറിച്ചുള്ള സംശയം ഇന്ത്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്നതായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. റഷ്യയുമായോ അമേരിക്കയുമായോ ഉള്ളതുപോലെ ഒരു ബന്ധം ചൈനയുമായി ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നതാണ് അവരുടെ വിലയിരുത്തൽ. അതിനൊരു കാരണമായി പറയുന്നത് ചൈന സ്വേച്ഛാധിപത്യ രാജ്യമാണ്, ഇന്ത്യ ജനാധിപത്യ രാജ്യവും. ഭാവിയിലെ ലോകക്രമം ജനാധിപത്യവും സ്വേച്ഛാധിപത്യവും തമ്മിലുള്ളതാണ്. അത്തരത്തിൽ ലോകവ്യവസ്ഥ മാറിയാൽ ഇന്ത്യക്ക് ജനാധിപത്യത്തിന്റെ കൂടെ മാത്രമേ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ നമുക്ക് അമേരിക്കയുടെ ഒപ്പം നിൽക്കേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ നടക്കാൻ സാധ്യത കുറവാണ്. ഏഷ്യ മുഴുവൻ അടക്കി ഭരിക്കുന്നതാണ് ചൈനയുടെ ലക്ഷ്യം. അതിനാൽ തന്നെ അമേരിക്കയെ ഇന്ത്യക്ക് വിസ്മരിക്കാനുമാകില്ല. പാകിസ്ഥാനുമായി ചേർന്ന് ഇന്ത്യക്കെതിരെ ചൈന തിരിയില്ല എന്ന് പറയാനും കഴിയില്ല. ചെങ്ഡുവിലെ ചൈനയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള എയറോസ്പേസ് പ്രതിരോധ ഭീമനായ ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈനയുടെ അഡ്വാൻസ്ഡ് എയർക്രാഫ്റ്റ് കോംപ്ലക്സ് സന്ദർശിച്ച ആദ്യ വിദേശ രാഷ്ട്രത്തലവനാണ് സർദാരി. ചൈനയുടെ J-10, JF-17, തണ്ടർ, J-20 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ സന്ദർശനം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടലിന് ശേഷം ചൈന പാക് സുരക്ഷാ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കുന്നു എന്നതിന്റെ സൂചന നൽകുന്നു. അങ്ങനെയെങ്കിൽ പാകിസ്ഥാന്റെ പ്രതികാരം ചൈനയിലൂടെ നടപ്പിലാക്കാൻ അവർ ശ്രമിക്കാതിരിക്കില്ല. പാകിസ്ഥാൻ ചൈനയെ ഒരു ടൂളായി ഉപയോഗിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്ത് ചൈനയുടെ നീക്കങ്ങളെ മുൻകൂട്ടി കണ്ട് സ്വന്തം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും അന്താരാഷ്ട്ര തലത്തിൽ തന്ത്രപരമായ നീക്കങ്ങൾ നടത്താനുമാകും ഇന്ത്യ ശ്രമിക്കുക എന്നതിൽ സംശയമില്ല.